ഇരുവരുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും BA എക്കണോമിക്സ് ബിരുദം നേടി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇടയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നെങ്കിലും പിന്നീട് അത് പൂർത്തിയാക്കി. എന്നാൽ VD സതീശൻ മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഒരാളാണ്. അദ്ദേഹം BA തുടർന്ന് LLB ബിരുദങ്ങൾ നേടി. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുന്നേ ഹൈക്കോടതിയിൽ ഇദ്ദേഹം അഭിഭാഷകനായിരുന്നു. ഇനി ഇരുവരുടെയും ആസ്തി വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന് ഏകദേശം 1.18 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ കൃഷിഭൂമിയും വീടും ഉൾപ്പെടുന്നു. VD സതീശനാകട്ടെ ഏകദേശം 4.2 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അഭിഭാഷകനായ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആസ്തിയും ഇതിൽ ഉൾപ്പെടുന്നു. ഈ കണക്കുകൾ ഓരോ വർഷവും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങൾക്കനുസരിച്ച് മാറാവുന്നതാണ്. ഇനി ഇരുവരെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം നോക്കുകയാണെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെ ഭരണത്തുടർച്ച നേടിയ കരുത്തുറ്റ നേതാവായി ഒരു വിഭാഗം കാണുമ്പോൾ രണ്ടാമത്തെ ടൈമിലെ ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി അദ്ദേഹത്തിന്റെ പോസിറ്റീവായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. VD സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന് പിന്തുണ ഏറുന്നു എന്നാണ്. നിയമസഭയിലെ പക്വതയാർന്ന പെരുമാറ്റവും സർക്കാരിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കുന്ന ശൈലിയും ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് സ്വീകാര്യത നൽകുന്നു.